വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഞാനിവിടെ ഉണ്ട്. പക്ഷേ എനിക്കും കെട്ടിടത്തിൻ്റെ പണിയാണ്. സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട്. അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്ത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ്. ഇപ്പം സുഖമില്ലാതൊക്കെ കൊണ്ട് പോകാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത. പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടത് വന്നിട്ടില്ല ഇന്ന് വരെ. വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. പുറമേ കാണുന്ന മൂടി തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് ഭിത്തിയാണെങ്കിലും ഇതിലെല്ലാ പണിയും വളരെ 100% തൃപ്തി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട്, പണി ചെയ്യുന്ന ഒരാളായിരുന്നുകൊണ്ട് വളരെ ഞാൻ എന്നും വീട്ടിൽ ചെന്ന് പറയും, ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടിട്ട് അവിടെ ചെന്ന് പറയുന്ന രീതിയിൽ. തങ്കം ചേട്ടോ വർക്ക് അറിയാവുന്ന ഒരാളാണല്ലയോ? ഒരുപാട് വീടുകളൊക്കെ പണിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. സുതിലയം എന്ന ആ ഒരു വീട് പണിഞ്ഞുകൊണ്ടിരുന്നപ്പം ഫുൾ ടൈം അവിടെ നിന്ന് എല്ലാം നോക്കി നടത്തിയ ഒരു വ്യക്തിയാണ്. സംഭവം മനസ്സിലായല്ലോ. സുതിലയം എന്ന കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും പേരുള്ള വീടിനെ പറ്റിയിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട തങ്കം ചേട്ടൻ പറഞ്ഞു വെച്ചിരുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, വലിയ പണിക്കാരനാ. ഈ പണിക്കാരന് അറിയത്തില്ലായിരുന്നോ ഈ മറ്റേ സാധനം ആവുമ്പത്തേക്ക്, അയ്യോ അതിനൊരു പേര് പറയുമല്ലോ, ആ സാധനം ആവുമ്പത്തേക്ക് എന്താ റെക്സിനാ എന്താണെങ്കിലും അവത്തേല് മറ്റേ ആണി അടിച്ചു കഴിഞ്ഞാൽ ഇരിക്കത്തില്ല. ഇതൊക്കെ അറിയത്തില്ലായിരുന്നോ വലിയ പണിക്കാരാ? ഇപ്പൊ എന്നിട്ട് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു വെച്ചേക്കുന്നത്? സൂപ്പർ പണി. ഞാൻ പോലും പണിഞ്ഞ ഇത്രയും വരത്തില്ല എൻ്റെ പൊന്നെണ്ണ. ഇതിലും കൂടുതലൊന്നും നിങ്ങൾ പണിയല്ലേ, മനസ്സിലായോ? ഇത്രയൊന്നും വേണ്ട, ഇതിലും കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് വീട്. കൺസ്ട്രക്ഷനകത്ത് കുഴപ്പമൊക്കെ ഉണ്ട് ആ വീടിന്, അത് ഇല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല. അതുകൊണ്ടാണ് 2 വർഷം കണ്ടല്ലേ, 2 വർഷം ആയോ, അതിനുള്ളിൽ തന്നെ ആ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് അതിൻ്റെ ആ ഒരു ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ നമ്മുടെ തങ്കം ചേട്ടൻ എന്താ പറഞ്ഞു വെച്ചിരുന്നത്? സൂപ്പർ, അടിത്തറ ഉൾപ്പെടെ എല്ലാം ഗംഭീരം. എന്നിട്ട് ഇപ്പോൾ വന്ന് എല്ലാം ഉൾട്ട. തങ്കം ചേട്ടനെ തനിനിറം ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു ക്ലിപ്പ് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് വേറെ ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനുണ്ട്. അതിലൊക്കെ മുമ്പ് ഞാൻ നിങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സോട്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ആളുകളോടും എൻ്റെ ഒരു സങ്കടം പറയട്ടെ. അത് വേറൊന്നുമല്ല, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടോണം. ഇട്ട് ഒരു മണിക്കൂറിനുള്ളിൽ 5000, 6000, 7000 ഒക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയുടെ വ്യൂ എന്ന് പറയുന്നത്. അതായത് രേണുസുതി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയ്ക്ക് നല്ല റീച്ചാണ്. എന്നാൽ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട്, ഞാൻ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾ ഇതെല്ലാം എടുത്തു വെച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇവിടെ നടക്കുന്ന പല തെമ്മാടിത്തരം, ഈ ഷാർജയിൽ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ വിഭജിക്ക, അതുല്യ, ഇതിനകത്തെയൊക്കെ ഈ ഒരു വിഷയത്തിൻ്റെയൊക്കെ ആഴത്തിൽ ഇറങ്ങി ചെന്ന് പല കാര്യങ്ങളും ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത്, ഇതുപോലുള്ള പല വിഷയങ്ങളിൽ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട് അടുത്ത്. എന്നാൽ എന്തുകൊണ്ട് ഈ അടുത്തായിട്ട് അങ്ങനെയുള്ള കോണ്ടന്റുകൾക്ക് റീച്ചില്ല? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങൾ കണ്ടോളൂ, രേണുസുതിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സമൂഹത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ആ അതുല്യയുടെയൊക്കെ ഇഷ്യൂ ഓരോ അച്ഛനമ്മമാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്ലീസ് ഇതൊരു അപേക്ഷയായിട്ട് തന്നെ നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോകളും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം സത്യം പറയാമല്ലോ, എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട കാര്യമുള്ളൂ, ഉള്ള കാര്യം പറയാമല്ലോ. അതിൻ്റെ വ്യൂസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഒരിടയ്ക്ക് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എനിക്കില്ല. ഇപ്പം നേരെ എന്ത് പറഞ്ഞാലും ഈ ഒരു ചേച്ചിയുടെ കേസ് ഇതിനാണ് കത്തുന്ന മൊത്തം. എനിക്ക് തന്നെ സത്യം പറഞ്ഞ ഒരു സങ്കടം തോന്നി, എന്തുകൊണ്ട് ആളുകൾ അത് കാണുന്നില്ല. പറ്റുമെങ്കിൽ ഈ ചാനലിൽ അങ്ങനെയുള്ള കോണ്ടന്റുകൾ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്, ഒന്ന് കാണാൻ ശ്രമിക്കുക. തുടക്കത്തിൽ തന്നെ എനിക്കതൊന്ന് പറയണമെന്ന് തോന്നി. ഈ വീഡിയോ കാണാൻ പുതുതായിട്ട് ആരെങ്കിലും, എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് അല്ലാതെയുള്ള ആളുകൾ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഒരു ലൈക്കൊക്കെ തരിക. താഴെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി കമ്മിങ് ടു സുതിലയം, നമ്മുടെ പ്രിയപ്പെട്ട രേഷ്മ പി തങ്കച്ചനും കുറച്ച് കാര്യങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങളെ ഞാൻ കേൾപ്പിക്കും. അതും കൂടെ നിങ്ങളൊന്ന് കാണണം. അതിനുശേഷം എനിക്ക് വേറൊരാളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അയാളെപ്പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോൾ അയാളോട് തന്നെ എനിക്കൊരു കാര്യം പറഞ്ഞിട്ട് വേണം ആ വിഷയങ്ങൾ സംസാരിക്കാൻ. അതിനു മുമ്പ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ തങ്കച്ചൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ
രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? ഇതാ കേട്ടോ. വീട് എങ്ങനെയുണ്ട് കണ്ടിട്ട്? കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമോഷണലായി. കാരണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണിത് ഞങ്ങൾക്ക്. ഞങ്ങളുടെ വീടല്ല, സൂചിച്ചേട്ടൻ്റെ വീട്. KHDC തന്ന ഏറ്റവും വലിയ എന്താ പറയുക, സൂചിച്ചേട്ടൻ്റെ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. ഒരുപാട് ഹാപ്പി. പ്രത്യേകിച്ച് KHDCക്കും ഫിറോസിക്കായ്ക്കും അതിനുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും ഈ കൂട്ടായ്മയിൽ ചേരുന്ന എല്ലാവർക്കും നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഒരുപാട്. രേഷ്മ പി തങ്കച്ച, പ്രിയപ്പെട്ട രേഷ്മ പി തങ്കച്ച, അങ്ങനെ തന്നെ പറയാം. ഒരൊറ്റ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കൂര പോലും ഇല്ലാത്ത നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പേരിൽ ഒരു വീട് കിട്ടി. വീടിന് പ്രശ്നങ്ങൾ കാണും, എല്ലാ വീടിനും ഇന്ന് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീടിന് പ്രശ്നങ്ങൾ വന്നു. നിങ്ങൾക്കിപ്പോൾ ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, പൈസ കിട്ടുന്നുണ്ടല്ലോ, സ്ഥിര വരുമാനം അല്ലെങ്കിലും ഷോർട്ട് ഫിലിം ചെറിയ നിങ്ങൾക്ക് കിട്ടുന്നതിനകത്തുനിന്ന് കുഞ്ഞു കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിട്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തീർക്കാറുണ്ടല്ലോ. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അതിൻ്റെ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ച് കാര്യങ്ങൾ പറയാലോ. മാധ്യമത്തിൻ്റെ ഫ്രണ്ടിൽ മുമ്പ് വന്ന് നിങ്ങൾ ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കി, എന്നിട്ട് പിന്നെ ഇത് ചർച്ച ചെയ്യുന്ന നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി. ഇനിയെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു വിവേകം കാണിക്കുക. അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ ഇവർക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട. ഞാനിപ്പോൾ ചൊരണ്ടി എടുത്ത് കാണിച്ചു തന്ന ആ ഒരു ക്ലിപ്പ് കണ്ടല്ലോ, നിങ്ങളുടെ ഫാദറിൻ്റെ, തങ്കച്ചൻ ചേട്ടൻ്റെ എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വലിയ പണിക്കാരനാണ്, അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെ വലിയ പണിക്കാരനും അവിടെ ഉണ്ടായിരുന്നതും ഒരുപാട് വീടുകളും പണിഞ്ഞ ആ ചേട്ടന് അവിടെ മറ്റേ റെക്സിനൊക്കെ വെച്ച് ചെയ്തപ്പോൾ പറയാൻ അറിയത്തില്ലായിരുന്നു വാ തുറന്ന് ഇത് പണി വരും, ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ ആ ഗ്രില്ല് അവിടുന്ന് വെള്ളം തെറിക്കും, ഇതൊന്നും പറയാൻ അറിയത്തില്ലായിരുന്നു. ചോദ്യങ്ങളെ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആരെയും ഇവിടെ ആക്ഷേപിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല. ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് അത് കണ്ടു കഴിഞ്ഞ് ഒരാൾക്ക് ചോദ്യം ചോദിച്ചൂടെ? അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലേ? നിങ്ങൾ പറ, പ്രിയപ്പെട്ടവരെ കാണുന്ന നിങ്ങൾ പറ. അങ്ങനെ എനിക്ക് ഒരാളുടെ വീഡിയോ അല്ലെങ്കിൽ ഒരാളുടെ ഇൻ്റർവ്യൂ ഇന്ന് കണ്ടപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നി. പക്ഷെ ഒരുപാടൊന്നും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. വീണ എസ് പിള്ള എന്ന് പറയുന്ന സുധിച്ചേട്ടൻ്റെ ഭാര്യ, രണ്ടാം ഭാര്യ ആയിരുന്നു എന്ന് അവകാശപ്പെടുന്ന ആ ഒരു സ്ത്രീയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നി. അതിലെ ആദ്യത്തെ ഒരു കാര്യം, ഇത് ഞാൻ ചോദിക്കാനുള്ളൊരു കാരണം വേറൊന്നുമല്ല. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയ്ക്കെന്നോ ഏതോ ഒരു വീഡിയോയ്ക്ക് വീണ എസ് പിള്ള വന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ കമൻറ്റ് കണ്ടിട്ടില്ല. വീണ എസ് പിള്ള, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുകയോ റിപ്ലൈ തരുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ഇനി എനിക്ക് തപ്പിപ്പോയി കണ്ടുപിടിക്കാൻ വയ്യ. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് യൂട്യൂബർ തന്നെ എനിക്ക് ആ ഒരു കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനുള്ള മറുപടി ഞാനിനി അത് കുത്തി കണ്ടുപിടിച്ചെടുത്ത് അവിടെ റിപ്ലൈ തരുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങളുടെ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം നിങ്ങളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു അൽഹോലത്ത് ഫീലിംഗ് തോന്നി. വീണ്ടും വീണ എസ് പിള്ള കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആക്ഷേപിക്കാനോ ഞാൻ അതിന് ആളല്ല. ഇനിയിപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ നെഞ്ചത്തോട്ട് കേസ് കൊണ്ട് വരരുത്. ഇപ്പം അതാണല്ലോ പുതിയൊരു ട്രെൻഡ്. മിനിഞ്ഞാന്നും ആർക്കോ എതിരൊരു കേസൊക്കെ കൊടുത്തല്ലോ സൈബർ സെല്ലിൽ, അല്ലയോ? അറിയുന്നുണ്ട്. ഞാൻ ഒന്നും ചെയ്യാൻ വരുന്നില്ലേ. നിങ്ങൾ ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി വിറ്റു. നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ, അത്രേ ഉള്ളൂ. വിറ്റു എന്ന് പറഞ്ഞാൽ കാശിന് വിറ്റു എന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് അത് വന്നു. ആ സാധനം കണ്ടപ്പോൾ ഒരു തേർഡ് പേഴ്സൺ എന്ന നിലയിൽ എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നി. ആ സംശയങ്ങൾ കൂടാനുള്ള കാരണം നിങ്ങൾ എൻ്റെ അടിയിൽ വന്നിട്ട ഒരു കമൻറ്റും. അപ്പോൾ ഞാനത് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ ആക്ഷേപിക്കുകയോ അങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല ഞാൻ. എൻ്റെ സംശയങ്ങൾ, ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സംശയം, അത് ഞാൻ ചോദിക്കുന്നു. ആദ്യമേ വീണ എസ് പിള്ള പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഇന്നലെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കുറേ വെളിനാട്ടിൽ നിന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളൊക്കെ നെറ്റ് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ ഭയങ്കര ഭീഷണിയൊക്കെ പെടുത്തുള്ളൂ. അവരോട്, എന്നോടല്ല, ഭീഷണിപ്പെടുത്തുന്നത് പോലെ കുറേ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മഴയുണ്ട്, ഇപ്പോൾ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി രേണുവിനെതിരെ ഞാൻ കളിച്ചാൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കും, സമൂഹത്തിന് മുമ്പിൽ നാണം കെടും. പിന്നെ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. കമൻറ്റുകൾ വരുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. വീണ എസ് പിള്ള, പ്രിയപ്പെട്ട ചേച്ചി, എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ ഉള്ളതാണോ? ഈ രേണുസുതിക്ക് വേണ്ടിയിട്ട് ആരാണോ ഈ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ? അല്ല, എനിക്ക് അറിയാൻ, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ആക്ടറിനെതിരെ അങ്ങനെയുള്ള കേസുകളൊക്കെ വരികയാണെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം. പുറത്തുനിന്നൊക്കെ ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷെ ഈ രേണുസുതിക്കൊക്കെ വേണ്ടി ഇത് ആരാടെ? ഗൾഫിൽ നിന്നൊക്കെ, അതും വീണ എസ് പിള്ളയുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക.
വീണ എസ് പിള്ള ഇത് വെറുതെ വിടരുത്. നിങ്ങൾ ഈ പറഞ്ഞത് കാര്യമുള്ളതാണെങ്കിൽ നിയമപരമായിട്ട് പോവുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക. നിങ്ങൾ ഏത് സുഹൃത്തുക്കളെയാണോ ആരാണോ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് നമുക്ക് പുറം ലോകത്തിന് അറിയിക്കണ്ടേ വീണ എസ് പിള്ള? നിങ്ങൾ അറിയിക്കണം. നിങ്ങൾ നിയമപരമായിട്ട് പോവുക. കാരണം ഭീഷണിപ്പെടുത്തി നമ്മളൊക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്ന സംശയങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ഒരിക്കലും ഇതൊരു ആക്ഷേപമാവുന്നില്ല, ജസ്റ്റ് സംശയങ്ങൾ. നിങ്ങൾ പറയുന്നത് ആരോ പുറത്തുനിന്ന് ഭീഷണിക്കോള് തീർത്ത് കളയും, സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു എന്നാണ് നിങ്ങളിതാ ഇന്റർവ്യൂവിൽ പറയുന്നത്. നിയമപരമായിട്ട് നിങ്ങൾ പോകണം, തെളിയിക്കണം. എനിക്കിത് ഇല്ലേ, നിങ്ങൾ വീഡിയോ കാണുന്നത് നിങ്ങൾ പറ, തെളിയിക്കണ്ടേ? ഇത് വീണ എസ് പിള്ള തന്നെ ഇത്രയും കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പം ഇറങ്ങുന്നുണ്ടല്ലോ, ഇത് കൊടുക്കണം കേസ്. ആരാണ് ഇങ്ങനെ വീണ എസ് പിള്ളയുടെ സുഹൃത്തുക്കളെ പുറത്തുനിന്ന് വിളിച്ചത്? അതറിയണം, അതുള്ളതാണെങ്കിൽ അറിയണം. പക്ഷേ എൻ്റെ സംശയം ഇതാണ്, അതായത് രേണുവിന് വേണ്ടി, രേണു സുധിക്ക് വേണ്ടി, രേഷ്മ പി തങ്കച്ചന് വേണ്ടി ആരാടെ പുറത്തുനിന്നൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ എനിക്കറിയാൻ പാടില്ലേ? ബാക്കി കേൾക്കാം നമുക്ക്. എൻ്റെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100 മുത്തുച്ചിപ്പി വായിച്ച ഒരു സംതൃപ്തി കിട്ടും എന്നൊക്കെയാണ്. എൻ്റെ പഴയ കാലങ്ങളായാലും പുതിയ കാലങ്ങളായാലും ചെകഞ്ഞു പോകുന്നവരോട് മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങളിനി ആരെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലും എനിക്ക് നോ പ്രോബ്ലം. കാരണം ഞാനും എൻ്റെ ഭർത്താവും ജോലിയെടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതായിരുന്നു ഈ അവസാനം പറഞ്ഞതായിരുന്നു എനിക്ക് വീണ എസ് പിള്ളയുടെ വായിൽ നിന്ന് കേൾക്കേണ്ടിയിരുന്നത്. ഞാനല്ല പറയുന്നത്, വീണ എസ് പിള്ള ചേച്ചി നിങ്ങൾ തന്നെയാണ് പറയുന്നത്. ആരെന്തു പറഞ്ഞാലും ആരെന്ത് ചകഞ്ഞെടുത്തോണ്ട് വന്നാലും നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. കാരണം നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ജോലി എടുത്താണ് ജീവിക്കുന്നത്. നിങ്ങളുടെ തന്നെ വായിൽ നിന്ന് അത് വീണു ചേച്ചി, നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. ഇനിയിപ്പോൾ ആരെന്തു പറഞ്ഞാലും സത്യമല്ലേ? ഞാനല്ലല്ലോ പറഞ്ഞേ, വീണ എസ് പിള്ള ചേച്ചി നിങ്ങളാണല്ലോ പറയുന്നത്. ആ നിങ്ങളോട് എനിക്ക് തിരിച്ചു ചോദിക്കാൻ ഒരു ഒറ്റ ചോദ്യമുള്ളൂ, പിന്നെ എന്തിനാണ് രേണുസുതി എവിടെയോ ഒരിടത്ത് പേര് പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ ഇത്ര പൊല്ലാപ്പും കൊണ്ട് ഇറങ്ങുന്നത്? അതാണ് എൻ്റെ ചോദ്യം. അത്ര എനിക്ക് ചോദിക്കാനുള്ളൂ. ഇനി ആരെന്ത് കുത്തിപ്പൊക്കി വന്ന് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും യു ഡോണ്ട് കെയർ അല്ലേ? അങ്ങനെയുള്ള നിങ്ങൾ എന്തിനാണ് ചേച്ചി എൻ്റെ വീഡിയോയുടെ അടിയിൽ ഇതാ ഈ കമൻ്റ് ഇട്ടത്? ഇതാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല, ഈ അവനവൻ കുടിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴും എന്നൊരു സാധനം ഉണ്ടല്ലോ. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. രേണുസുധിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ അടിയിൽ തന്നെ, സോറി വേറെ വീഡിയോ അടിയിലൊന്നും വന്ന് ഇടത്തില്ലല്ലോ, അപ്പം അതിൻ്റെ അടിയിൽ ഇട്ടിരിക്കുന്നതാണ് കണ്ടല്ലോ. വീണ എസ് പിള്ള സഹോദര, ആൻറ്റിനോടാണ് എൻ്റെ ആൻറ്റിനോടാണ് എന്തെങ്കിലും ആവട്ടെ എൻ്റെ ഈ മറുപടി എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരന്മാരോടാണ് പുള്ളിക്കാരത്തി എന്നെക്കുറിച്ച് ബോറായിട്ട് സംസാരിച്ചത്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ഈ ചേച്ചിയുടെ വീണ എസ് പിള്ളയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരോടാണ് പുള്ളിക്കാരത്തി എന്നെക്കുറിച്ച് ബോറായിട്ട് സംസാരിച്ചത്. 9 വർഷമായി ഞാൻ എവിടെയും വന്നിട്ടില്ല, പിന്നെ ഇപ്പോൾ വരേണ്ട ആവശ്യവും എനിക്കില്ല. അതിനുള്ള മറുപടി ഞാൻ പറയട്ടെ ചേച്ചി. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു 2 മാസം കണ്ടായിട്ടല്ലേ ഉള്ളൂ രേണുസുധി ഏറിക്കേറി ഈ ഒരു വിഷയമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഇത്രയും മൂർച്ഛിച്ചത് അല്ലേ? അതിന് മുമ്പ് വന്നിട്ടും നിങ്ങൾ വന്നാലും ആരും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ വന്നാൽ നിങ്ങളെ ആളുകൾ മൈൻഡ് ചെയ്യും. അല്ല, എൻ്റെ ഒരു സംശയമാണ്. അങ്ങനെ നമുക്ക് സംശയിക്കാമല്ലോ അല്ലേ? സംശയിക്കുന്നതിന് തെറ്റില്ലല്ലോ. അങ്ങനെയും നമുക്ക് സംശയിക്കാം. നമ്മൾ ചോദിക്കും. കാരണം ഈ 9 വർഷമായിട്ട്, സത്യമാണ് നിങ്ങൾ 9 വർഷമായിട്ട് വന്നിട്ടില്ല. കാരണം വന്നിട്ട് കാര്യമില്ല. ആര് ചർച്ച ചെയ്യും? ഇതുപോലെ ചർച്ച ചെയ്യത്തില്ല. പൊട്ടന്മാരല്ല എല്ലാവരും കേട്ടോ. ബാക്കി ഞാൻ എവിടെയും വന്നിട്ടില്ല, പിന്നെ ഇപ്പോൾ വരേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ ലൈഫിലും അതുപോലെ തന്നെ കരിയറിലും ഒരേപോലെ ബാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ആയിരിക്കാം കേട്ടോ. ചേച്ചിയെ ഞാൻ ഒരിക്കലും വീണ്ടും പറയുന്നു, ഈ വീണ എസ് പിള്ള എന്ന് പറയുന്ന ലേഡിയെ ഞാൻ മറ്റേ തള്ളിക്കളയാനോ ഇല്ലെങ്കിൽ അവർ പറയുന്ന കള്ളമോ അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോൾ കുറച്ച് സംശയങ്ങൾ തോന്നുന്നു, അത് ചോദിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ അടി വന്ന് ഇങ്ങനൊരു കമൻറ്റ് ഇട്ടപ്പോൾ ഈ കമൻറ്റ് മൊത്തം വായിച്ചിട്ട് അതിനെപ്പറ്റി പറയാവേ, അതാ നല്ലത്. അപ്പം വന്നിട്ടില്ല, ഇപ്പോൾ വരേണ്ട ആവശ്യം എനിക്ക് ഇല്ല. എൻ്റെ ലൈഫും അതുപോലെ തന്നെ കരിയറും ഒരേപോലെ ബാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു വാണിംഗ് എന്ന രീതിയിൽ എൻ്റെ വോയിസ് മെസ്സേജ് പുറത്തുവിട്ടത്. പക്ഷേ അതിലൊന്നും ഒതുങ്ങില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു.
അപ്പോഴും അവൾ ഒതുങ്ങിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ ഞാൻ നാറി. അപ്പോൾ ഞാൻ വെളിയിലേക്ക് രണ്ട് മറ്റേ സ്റ്റാർ കേട്ടോ, നാറിയെന്നല്ല, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ 2-3 സ്റ്റാർ. അപ്പോൾ ഞാൻ വെളിയിലേക്ക് വരാൻ തീരുമാനിച്ചു. താങ്കൾക്ക് അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കാരണം താങ്കളുടെ ഫാമിലിക്കല്ല പ്രോബ്ലം, എൻ്റെ ഫാമിലിക്കാണ്, എൻ്റെ കരിയറിനെയും ആണ് ബാധിച്ചിരിക്കുന്നത്. രേണു പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട്. ആ വീഡിയോ ആണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചത്. പോലീസുകാർ വെറുതെ കേസ് എടുത്തിട്ടില്ല. ചേച്ചി ഓക്കെ, ചേച്ചി പറയുന്നുണ്ട് ഏതോ ഒരിടത്തുനിന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, ഞാനല്ല പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നതായിട്ടാണ് ഏതോ ഒരിടത്ത് ആ ഒരു പേര്, നിങ്ങളുടെ പേര് വീണ രേണു സുധി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞുവെന്ന് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പോലീസുകാരെ കാണിച്ചിട്ടുണ്ടായിരിക്കും. വെറുതെ എന്തായാലും പോലീസുകാർ കേസ് എടുക്കത്തില്ല ചേച്ചി, ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഇത് ഞങ്ങളാരും കണ്ടില്ലല്ലോ ചേച്ചി. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, എവിടെയാണ് ആ സ്ത്രീയുടെ, എവിടെയാണ് ഈ വീണ എസ് പിള്ള, വീണ ചേച്ചിയുടെ പേര് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ചേച്ചിയുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളോടാണ് മോശമായി പറഞ്ഞതെന്ന് ഇവിടെ പറയുന്നല്ലോ. വേറെ എവിടെയോ സ്ഥലത്ത് ഞാൻ പറഞ്ഞു കേട്ടു, നിങ്ങൾ അതോ എന്നോട് തന്നെയാണോ പറഞ്ഞത്, അതോ ഇനി വേറെ ആരോടോ എവിടെയോ ഞാൻ കേട്ടു, നിങ്ങൾ വർക്ക് ചെയ്യുന്ന, അതായത് നിങ്ങളുടെ ഈ അഭിനയ കല, ഈ ഒരു ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരോടാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ പറഞ്ഞു, ഞാൻ എവിടെയോ കേട്ടു. അങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നിങ്ങളുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളോടാണ് എന്നാണ് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടിരിക്കുന്നത്. എന്തുമായിക്കോട്ടെ. പിന്നെ നിങ്ങളുടെ എന്താണ് ജോലിയെ ബാധിക്കുന്നു എന്നോ, ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജോലിയെ എങ്ങനെ ബാധിക്കുന്നു ചേച്ചി? ഇത് മനസ്സിലാവുന്നില്ല എനിക്കതൊരു പിടുത്തവും ഇല്ല. എങ്ങനെയാണ് നിങ്ങളുടെ കരിയറിനെ പോലും ബാധിക്കും? കരിയറിനെ എങ്ങനെ ബാധിക്കും എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ്റെ കരിയറിനെ ഒരുപാട് അങ്ങ് ബാധിക്കേണ്ടേ അല്ലേ? എന്തൊക്കെയാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്, എന്നിട്ട് അവരുടെ ബാധിക്കുന്നുണ്ടോ എന്തെങ്കിലും? അവർക്ക് പിന്നെയും ഷോർട്ട് ഫിലിം അവർ പറന്ന് പൊക്കോണ്ടിരിക്കുക. പിന്നെ ഇനിയിപ്പം നിങ്ങളുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളുടെ അടുക്ക തന്നെ പറഞ്ഞു എന്ന് വെക്കുക. ചേച്ചി, നിങ്ങളുടെ ഭർത്താവ് സുഹൃത്തുക്കൾ അവർക്ക് ഒരു 10 പേരുടെ ചിലപ്പോൾ പറഞ്ഞു കാണും, ചിലപ്പോൾ ഒരു 20 പേരുടെ അടുക്ക പറഞ്ഞു കാണും. അവരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചർച്ച ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊരു 20 പറന്ന് ഒരു 100 പേരുടെ എത്തി. ഈ 100 പേരുടെ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാം. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത് അങ്ങ് പറന്നു ലോകമെമ്പാടും എത്തി. മനസ്സിലായോ? ഒരു 10-20 പേരുടെ അടുക്കൽ നിങ്ങളെ പറ്റി ഇവർ നാറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതും പോട്ടെ ചേച്ചി. ഇത് സാധാരണക്കാരൻ, നിങ്ങളൊക്കെ ഇപ്പം സുധി എന്ന് പറയുന്ന വ്യക്തി കാരണം രേണു സുധി പൊങ്ങി വന്നു, നിങ്ങളിപ്പം ഒരു കോൺട്രവേഴ്സി കൂടെ പൊങ്ങി വന്നു. ഇതൊന്നും അല്ലാത്ത സാധാരണക്കാരനെ എടുക്കുക. ഒരു സാധാരണ, വേണമെങ്കിൽ എന്നെ തന്നെ അങ്ങ് എടുത്തു എക്സാമ്പിൾ, അല്ലെങ്കിൽ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ എടുക്കുക. ഞാൻ എന്നെ വെച്ചങ്ങ് പറയാം. അതായത് ഞാൻ ഒന്ന് കെട്ടിക്കഴിഞ്ഞ് അത് ഡിവോഴ്സായി, അടുത്ത ആളെ കെട്ടി. മനസ്സിലായോ? അടുത്ത ആളെ കെട്ടി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ കെട്ടി ഉപേക്ഷിച്ച ആളെ പറ്റി എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ അവിടെ ഇവിടെയൊക്കെ ചെന്ന് മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ ലേഡി ഇറങ്ങി തുരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിച്ച് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുവാണെങ്കിൽ ഇതിവിടെ സ്ഥിരമാവുമല്ലോ നമ്മുടെ നാട്ടിൽ. അല്ല, എൻ്റെ സംശയം അതാ, ഇവിടെ ഇത് സ്ഥിരമാവുമല്ലോ. എനിക്ക് പിടികിട്ടുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പിന്നെ ഈ സ്ത്രീ, നമ്മുടെ വീണ എസ് പിള്ള അല്ല, രേണു സുധി പേര് പറഞ്ഞു എന്ന് പറയുന്നു. കണ്ടിട്ടില്ല ചേച്ചി, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇനി 100-200 പേരെ കണ്ടിട്ടുള്ളെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ കാരണം അത് ഇരട്ടിക്കിരട്ടിയായി ഇല്ലേ? അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല. ഞാനായിട്ട് ഇപ്പം എൻ്റെയൊക്കെ ഫാമിലി, നിങ്ങളെന്തോ ഒരു ഫാമിലിയുടെ കേസ് പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ ഫാമിലിയാണോ പ്രോബ്ലം ഉണ്ടോ? കാരണം താങ്കളുടെ ഫാമിലിയിലേക്കല്ല, എൻ്റെ ഫാമിലിയിലേക്ക് പ്രോബ്ലം വരത്തില്ല. കാരണം ഞാൻ വന്ന് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കുത്തിയിരുന്ന് പറഞ്ഞാൽ വേറെ ആളുകൾ അത് സത്യമാണോ എന്നറിയാൻ തപ്പിപ്പിടിച്ച് എൻ്റെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും കുടുംബക്കാരെയൊക്കെ വിളിച്ച് അത് പ്രശ്നമാക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരുത്തൻ എൻ്റെ കുടുംബക്കാരും ഞാൻ പറയാതെ ഏതെങ്കിലും ഒരുത്തൻ എൻ്റെ കുടുംബക്കാരോ തപ്പി വന്നിട്ട് പുറത്തെടുത്തിടുവാണെങ്കിൽ അത് ഡാഡി ഇല്ലാത്ത പരിപാടി. മനസ്സിലായോ? അത് ചേച്ചിയുടെ കാര്യത്തിലും ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചേച്ചിയുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ നിൽക്കും, ഉറപ്പായിട്ട് നിൽക്കും. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളായിട്ട് തന്നെയാണ് ചേച്ചി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇല്ലാതൊന്നും നിങ്ങൾ പറയല്ലേ. കാരണം നിങ്ങൾ പറയരുത്, എന്നോട് പ്രത്യേകിച്ച് പറയരുത്. നമ്മൾ സംസാരിച്ചതാണ്. ഞാൻ എൻ്റെ ചാനൽ വഴി നിങ്ങളുടെ വോയിസ് വിട്ടതാണ്. എന്നെപ്പോലെ നിങ്ങൾ എത്ര പേരോട് സംസാരിച്ചിട്ടുണ്ട്? ഒരു ഇൻ്റർവ്യൂവർ നിങ്ങളുടെ പേരെടുത്ത് രേണുസുധിയുടെ മുമ്പിൽ ഇട്ടിട്ട് പോലും രേണുസുധി നിങ്ങളുടെ പേര് പറയാൻ തയ്യാറാവുന്നില്ല.
ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കരുത് ഞാൻ മറ്റേ രേണുവിനെ എടുത്ത് തലയിലെടുത്ത് പൊക്കി പിടിക്കുകയാണെന്ന്. ഒരു കാരണവശാലും നടക്കത്തില്ല. രേണു സുധി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന ലേഡിയെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഈ എന്താണ് ഒരു ഡയലോഗ് അടിക്കുമ്പം അത് പോട്ടെ, ആ ഡയലോഗ് ഞാൻ മറന്നുപോയി. എന്താണെങ്കിലും ഈ വെള്ളം നേരെ ഒഴുകുമ്പോൾ ഈ സൈഡിൽ കൂടെ ഒന്ന് ചെറുതായിട്ട് വെട്ടി അപ്പുറത്തെ പണ്ടത്തിൽ മറ്റേ പാടത്തിലോട്ട് ഇറക്കി വിടുക എന്ന് പറയും വെള്ളം. ആ ഒരു ഫോമാണ് എനിക്കിവിടെ തോന്നുന്നത്. രേണു സുധി എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ് മറ്റേ ഏറി കേട്ട് വിടുമ്പം സൈഡിൽ കൂടെ വേറൊരാൾ നൈസായിട്ട് വന്ന് അങ്ങനെയാണ് ലിറ്ററലി ഇത് കണ്ടപ്പം ഞാൻ വീണ്ടും ഞാൻ പറയുന്നു, ആരെ ആക്ഷേപിക്കാനോ ആരും പറയുന്ന കള്ളമാണെന്നും പറയാനോ ഒന്നുമല്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. ഇനി വേറൊരു ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ വേറെ സംസാരിക്കാൻ ഉണ്ട് മക്കളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കാനുണ്ട്. എൻ്റെ വീട്ടിൽ ഇപ്പോഴും സുചേട്ടൻ്റെ ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു സാധനം പോലും കളഞ്ഞിട്ടില്ല. ഫോട്ടോസുകളാണെങ്കിലും ഒന്നും കളഞ്ഞിട്ടില്ല. ഫോട്ടോസുകളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. സുചേട്ടൻ മരിച്ച സമയങ്ങൾ. അപ്പം അമ്മ ഇങ്ങനെ പോയി നോക്കിയപ്പം പറഞ്ഞ് പുള്ളി ഞാനും കിടന്നിരുന്ന കട്ടിലെ തന്നെയാണ് ഞാൻ ആ സമയം കിടന്നുകൊണ്ടിരുന്നത്. അപ്പോഴും പറഞ്ഞു ഇത് കണക്ക് അതൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു വേണ്ട, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ, അവസാനമായിട്ട് നമുക്ക് മേടിച്ച സാധനമല്ലേ. അപ്പോൾ പറയും ഫോട്ടോയൊക്കെ എടുത്ത് മാറ്റി, മരിച്ചൊരാളെ ഇതല്ലയോ, അപ്പോൾ അമ്മ പറയുന്നത് അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. ഫോട്ടോ ഒക്കെ ഉണ്ടെന്നല്ലേ, അവിടെ ഇരിക്കട്ടെ ചേച്ചി. ഒരൊറ്റ ചോദ്യം ഞാൻ ചേച്ചിയോട് ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യം. ഞാൻ ഒന്നും കാണാതെ അല്ല ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് ചേച്ചി ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് ചിന്തിക്കുക. ചേച്ചി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്നാണല്ലോ പറയുന്നത്. മാരേജ് സർട്ടിഫിക്കറ്റ് ചേച്ചിയുടെ തന്നെ, ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിലൊന്നും വന്ന് കാണിക്കണ്ട, ചേച്ചിയുടെ തന്നെ ലൈവിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ചേച്ചിയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് പോട്ടെ, അത് വേണ്ട. നിങ്ങളുടെ കല്യാണം ഒരു ഫോട്ടോ, ഒരു കല്യാണ ഫോട്ടോ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇത് രണ്ടും ഇത്രയേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എൻ്റെ ഈ പാവപ്പെട്ടവൻ്റെ ഒരു സംശയമാണ്. ഇത് നാളെ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് പോകേണ്ട ഒരു ഇട വന്നാൽ അവിടെ വെച്ച് ഞാനിത് ചോദിക്കും, ഉറപ്പായിട്ടും ഞാൻ ചോദിക്കും. മനസ്സിലായില്ലേ? ഞാനിവിടെ ഒരാളെയും ആക്ഷേപിച്ചിട്ടില്ല. ഒരു വാക്ക് കൊണ്ട് പോലും എൻ്റെ മോശമായിട്ടുള്ളൊരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വീണിട്ടില്ല. പല കാര്യങ്ങൾ കാണുന്നു, പല ആളുകൾ, എന്തിനാ പല ആളുകൾ എന്നൊന്നും പറയണ്ട, ഒരാൾ വന്നിട്ട് സോഷ്യൽ മീഡിയ വഴി പല കാര്യങ്ങൾ പറയുമ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാവുന്ന സംശയങ്ങൾ അത് ഞാൻ ചോദിക്കുന്നു. ഒറ്റ കാര്യം, ഒന്നുകിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ, കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോ, അത്രേ ചോദിക്കുന്നുള്ളൂ. അതൊന്ന് കാണിക്ക്, ഞങ്ങൾ വിശ്വസിക്കാം, എല്ലാവരും വിശ്വസിക്കും. ഇല്ലെങ്കിൽ എല്ലാവർക്കും സംശയങ്ങൾ ഇനി ഉറപ്പായിട്ടും കൂടും. കാരണം ഈ രേണുസുധി പല സ്ഥലത്ത് പല സാധനങ്ങളാണ് പറയുന്നതെന്നാണല്ലോ പറയുന്നത്. അതെ, സത്യമാണ്. അവർ പലപ്പോഴും പലതാണ് പറയുന്നത്. തങ്കൻ ചേട്ടൻ വരെ പലതും പറയുന്നത് നമ്മൾ കേട്ടു. അതേപോലെ ചേച്ചി പലതുമാണ് പറയുന്നത്. ഞാനത് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചല്ലോ. ഇനി എനിക്ക് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല. ഇനി വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്ന എന്തിനാ, മതി. ഒറ്റ കാര്യം, മാരേജ് സർട്ടിഫിക്കറ്റ് ഓർ വെഡിങ് ഫോട്ടോ. ഒരു കല്യാണം കഴിയുമ്പം ഇതൊക്കെ കാണുമല്ലോ അത്യാവശ്യം. ഇതില്ലാത്ത ആൾക്കാരുണ്ടാവുമോ? ഇതിലേതെങ്കിലും ഒന്ന് കാണത്തില്ല. ഇപ്പം ഡിവേഴ്സ്ഡ് ആയിട്ട് പോയവരാണെങ്കിലും ചിലപ്പോൾ ഡിവേഴ്സ്ഡ് ആയി പോയവർ ഫോട്ടോ ഒന്നും സൂക്ഷിക്കത്തില്ലായിരിക്കും. പക്ഷേ ഈ ചേച്ചി അപ്പോഴും ഓർമ്മകൾ എന്തൊക്കെയോ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഈ ചേച്ചി തന്നെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഓർമ്മയല്ലേ കല്യാണ ഫോട്ടോ, അത് സൂക്ഷിക്കത്തില്ലേ? ചിലപ്പോൾ വേണ്ട, പോട്ടെ, ചിലപ്പോൾ അത് കളഞ്ഞതായിരിക്കും, പോട്ടെ. മാരേജ് സർട്ടിഫിക്കറ്റ് ഇനി അതും പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം ഡ്യൂപ്ലിക്കേറ്റ് എങ്കിലും നമുക്ക് എടുക്കാമല്ലോ. ഒരു കേസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ചോദിക്കും കേട്ടോ. അതൊന്ന് ആലോചിച്ച് വെച്ചോണം. ഇതൊക്കെ ചോദിക്കും, കറങ്ങിത്തിരിഞ്ഞ് പണി വരും. അത് ഏത് വഴിക്കാണെന്ന് മാത്രം ആലോചിച്ച് കണ്ട് ഓരോ കാര്യങ്ങൾ പറയുക. അത്യാവശ്യം തലയ്ക്കകത്ത് വല്ലതും ഉള്ളവനും നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റും കുറച്ച് കിഴിഞ്ഞ ബുദ്ധിയുള്ള ആളുകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ പല കാര്യങ്ങൾ ഡിഗ് ചെയ്ത് മറ്റേ പണ്ടത്തെ കാര്യങ്ങളൊന്നും തപ്പിപ്പിടിച്ച് പോകണ്ട. അതൊക്കെ ചീപ്പ്. ചോദ്യങ്ങൾ വഴി തന്നെ ചോദിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ, കള്ളത്തരമൊന്നും ഇല്ലാത്തവരുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം കാണൂടെ. എന്തെങ്കിലും കള്ളത്തരം ഉള്ളവർ വേണ്ടും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രം ആണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും ആരും വിചാരിക്കരുത് ഞാൻ മറ്റേ രേണു തുതിയെ എടുത്ത് തിക്തയ്യം കളിക്കാൻ വന്നതാണെന്ന്. ഒരു താല്പര്യമില്ല, ഒരു രീതിയിലും.
രണ്ടിനെ തങ്കനും മോളെയും ഇവിടെ അറ്റൻഡ് ചെയ്യത്തില്ല. എൻ്റെ വീട്ടിൽ ഇപ്പോഴും സുധിച്ചേട്ടൻ്റെ ഓർമ്മകളുള്ള ഒരു സാധനം പോലും കളഞ്ഞിട്ടില്ല എന്ന് വീണ എസ് പിള്ള ഞാൻ അവസാനം കാണിച്ച വീഡിയോ ക്ലിപ്പിൽ പറയുന്നത്, തുടക്കത്തിൽ തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ അല്ലേ? അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, മറന്നുപോയി. അതുകൊണ്ടാണ് വീണ്ടും കുത്തിയിരുന്ന് വീഡിയോ എടുത്ത് ഈ വീഡിയോയുടെ അവസാനം ഒന്ന് അറ്റാച്ച് ചെയ്തേക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ്, കഴിഞ്ഞ ദിവസം വീണ പിള്ള അവരുടെ ഒരു വീഡിയോയിൽ പറയുന്ന കേട്ടു, സുധിച്ചേട്ടനുമായിട്ട് ബന്ധം വേണ്ട എന്ന് വെച്ചതിന് ശേഷം അപ്പോൾ തൊട്ട് തന്നെ സുധി എൻ്റെ ലൈഫിൽ നിന്ന് മരണപ്പെട്ടതുപോലെയാണ് ഞാൻ കണക്കാക്കിയിരുന്നത് എന്ന് വീണ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. നിങ്ങൾ കേട്ടതാണോ? കേട്ടിട്ടില്ലെങ്കിൽ വീണ ആ വീഡിയോ ഡിലീറ്റ്, ഇനിയിപ്പോൾ ഈ വീഡിയോ വന്നതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യുമോ അറിയത്തില്ല, ഇല്ലെങ്കിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും എൻ്റെ തലയിൽ കിടപ്പുണ്ടത്. ഞാനപ്പോൾ അത് കേട്ടപ്പോൾ ആലോചിച്ചത്, ഇങ്ങനെയൊക്കെ പറയാവോ? എന്താണെങ്കിലും അത് അവരുടെ പെർസ്പെക്റ്റീവ്, അവർക്ക് ചിലപ്പോൾ അത്രയും ആ ഒരു ലൈഫിൽ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നായിരിക്കും, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ പറഞ്ഞിരുന്ന ഒരു ലേഡി ഇപ്പതാ വന്നിട്ട് പറയുന്നു, എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, സൂക്ഷിച്ചു വെച്ചത് അവിടെ ഇരിക്കേണ്ട ചേച്ചി. ചിലപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട്, കാരണം അന്ന് അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്, മരണപ്പെട്ടതുപോലെ തന്നെയാണ് ഞാൻ അതിന് ശേഷം കണ്ടിരുന്നത്. സോ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഫോട്ടോസും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്ത് ദൂരെ കളയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ചേച്ചി ഇപ്പോഴത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടല്ലോ, ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കല്യാണ ഫോട്ടോ കാണത്തില്ലേ? ഇനി അത് പോട്ടെ, മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ചിലപ്പോൾ എങ്ങനെയെങ്കിലും പോയി കാണും. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പോയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുക്കാൻ പറ്റത്തില്ലേ? എടുക്കാൻ ആരെങ്കിലും സഹായം വേണോ? അറിയാതിരിക്കുമല്ലോ എടുക്കാൻ, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തേക്കും, ഒന്ന് തപ്പി എടുക്കുക. അതൊക്കെ ആവശ്യം വരും. ഇനി എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി ഒന്നും വേണ്ട, നിങ്ങൾക്ക് കാണിക്കാമല്ലോ. നിങ്ങൾ ഈ പറയുന്നതല്ലാതെ നമുക്ക് കാണികൾക്കൊന്നും അറിയില്ല ചേച്ചി. ഞങ്ങളെല്ലാവരും നിങ്ങൾ പറയുന്നതല്ലേ കേൾക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെയല്ലേ രേണു സുധിയും പറയുന്നത് ഞങ്ങൾ കേട്ടോണ്ടിരുന്നത്. അവർ പറഞ്ഞതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് ഒത്തുപോകുന്നില്ല എന്ന് വന്നപ്പോൾ നമ്മളത് ചോദിക്കാൻ തുടങ്ങി, ആളുകൾക്കും അത് മനസ്സിലായി തുടങ്ങി. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കേസിലും. രേണു സുധി പലയിടത്തും പല പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളും ഇപ്പൊ പറയുന്നതിനകത്ത് നമുക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ നെഞ്ചത്തോട്ട് എന്നെ പറ്റേ കൊന്നിട്ടൊന്നും കാര്യമില്ല, ജനങ്ങൾക്കും തോന്നും ഇത്. കാരണം നേരത്തെ പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ വിട്, ഒന്നും വേണ്ട. വേറെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഈ ആരുടെയും അങ്ങോട്ട് ചെകഞ്ഞു പോയി ഞാനായിട്ട് എന്നെ വന്ന് കുത്തിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ എടുത്ത് പുറത്തിടും, അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ പല കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്, എക്സാക്ട് പ്രൂഫുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്നും എടുത്ത് പുറത്തു വിടുന്നില്ല, താല്പര്യവും ഇല്ല. പക്ഷെ ഇങ്ങനെ തന്നെ ഇപ്പം വീണ എസ് പിള്ള എന്ന് പറയുന്ന ഈ ചേച്ചി തന്നെ വന്ന് അവരായിട്ട് തന്നെ പല കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് പെശകുകൾ ഞാൻ അത് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ നിൽക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. എനിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാനൊരു പ്രേക്ഷകനാ, ഞാൻ നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുമ്പോഴത്തേക്ക് എനിക്ക് ചില സംശയങ്ങൾ വരും. ഞാനത് എൻ്റെ വീഡിയോയിലൂടെ ചോദിക്കുന്നു, അത്രേ ഉള്ളേ, വേറെ ഒന്നുമില്ലേ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണേ പറയുന്നത്. ഇനിയും കൂടുതലായിട്ട് എന്നെ വന്ന് തോണ്ടിക്കിഴിഞ്ഞ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാനും എനിക്കറിയാവുന്നതും എന്നോട് പല ആളുകളും പറഞ്ഞത് വിത്ത് എക്സാക്റ്റ് പ്രൂഫ് ഞാനും എടുത്ത് പുറത്തു വിടും, അത്രേ ഉള്ളൂ. പിന്നെ വീട്ടിലുള്ള പിള്ളേരെ നിങ്ങൾ ആരെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ഉപദ്രവിക്കാറുണ്ടോ? ഇനി അതും പോട്ടെ, വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കാറുണ്ടോ? നിങ്ങളോ നിങ്ങളുടെ പാരൻസോ വല്ലതും? അല്ല, ഇനി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അയൽവക്കത്തുള്ള ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുക. എന്നും എല്ലാവരും മിണ്ടാതിരിക്കത്തില്ല. ഓക്കെ, വിത്ത് തെളിവുകൾ ആളുകൾ പുറത്തേക്ക് വിടുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടും എന്ന് ആലോചിക്കുക. കുട്ടികളെ തൊട്ട് കളിക്കാതിരിക്കുക. ഇതൊക്കെ എനിക്കൊന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് തോന്നിയടേ, അത്രയും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആരും തെറ്റിദ്ധരിക്കാനൊന്നും നിൽക്കണ്ട.